ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ തന്നെ നല്ല ഒരു വ്യൂ ആണ്. കാരണം ഇവിടെ പണ്ടൊരു കോറിയായിരുന്നു. ആ കോറി ഇപ്പോൾ അവർ സ്റ്റേ കൊടുത്തിട്ട് ഇപ്പോൾ വർഷങ്ങളായി, ഒന്നും നടക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഇതിൻ്റെ മേളിലാണ് നമ്മൾ പോകേണ്ടത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം, ആർക്ക് വേണമെങ്കിലും കയറാം. ഇത് പണ്ട് ഇവിടെ ഇതേപോലെ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഇതേപോലെ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോകണമായിരുന്നു. ഇപ്പം ഈസിയായി, ആർക്ക് വേണമെങ്കിലും വരാം, പിള്ളേർക്കും വേണമെങ്കിൽ വരാം. ചെറിയ സ്റ്റെപ്പുകളാണ്. ഇവിടെ വരുമ്പോൾ എൻ്റെ കൈവിരിയൊക്കെ ഉണ്ട്, പിടിച്ച് കയറി പോകാം നമുക്ക്. ഒരു 10-15 മിനിറ്റ് നടന്നതിന് ശേഷം നമുക്ക് കയറാം. അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കാവൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഇവിടെ തിരക്കാവാറുണ്ട്. ഇത് 3 മരങ്ങളാണ് ഒരുമിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മരമുണ്ട്. ഇത് അതേപോലെ അതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു മരം. അങ്ങനെ 3 മരം കൊണ്ട് ചേർന്ന് നിൽക്കുകയാണിത്. ഒരു പ്ലാവും ഉണ്ട്, പിന്നെ മാവും, നടുക്കൊരു വട്ടയാണെന്ന് തോന്നുന്നു. അടിപൊളി വ്യൂ. അങ്ങോട്ട് കുറേ പാറകളൊക്കെ ഉണ്ട്. വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ചെറിയ കണ്ടേ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ വന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് വരണം. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരണം. ഇതേപോലെ കുറേ പാറകളൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ ചവിട്ടിക്കയറാം. പക്ഷേ ഈസിയാണ്, ഒത്തിരി വലിയ പാടുകളൊന്നുമില്ല. എല്ലായിടത്തും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അഥവാ മഴ പെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. നമ്മുടെ ശരിക്കും കാണാറുള്ള പോലെ എല്ലാവരും നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ടുമ്പം എല്ലാവരുടെയും പേരൊക്കെ എഴുതി വെക്കും. അവിടെ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഷൂയിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സൗണ്ടുണ്ട്, കെറ്. ബാക്കി എല്ലാവരും പുറകെ വരുന്നുണ്ട്. അതിൻ്റെ അങ്ങ് ഒരു മോസ്കൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ 2 ചർച്ച് കാണുന്നുണ്ട്. ഇനിയും നമുക്ക് ആ സൈഡിലോട്ട് പോകണം. ആ കഴിഞ്ഞ് ആ വ്യൂ ആണ് ഇപ്പം ഞാൻ കാണിച്ചത്, ആ മോസ്ക്. സമയം 8:30 ആയിട്ടുണ്ട്. പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനാണത്, മരുന്നുമല. മൊത്തത്തിൽ ഇവിടെ സേഫാണ്, അധികം കയറി വരുന്നതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല.
വഴി തെറ്റൊന്നും പേടിക്കണ്ട, കാരണം എല്ലായിടത്തും ഇതേപോലെ ടൈലൊക്കെ പാകിയിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റായിട്ട് ഏറ്റെടുത്തുള്ള നല്ല അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ഫീലിംഗ് ആണ്. എല്ലാം വലിയ വലിയ പാറക്കല്ലുകൾ നേരത്തെ വെച്ച് പോലിരിക്കുന്നു. ഇവിടെ വരുമ്പോഴും നല്ല ചെറിയൊരു എല്ലായിടത്തും നല്ല ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹൈറ്റാണ് ഇതെല്ലാം. നമ്മൾ അവിടുന്ന് ആണോ എന്നറിയത്തില്ല ഇങ്ങോട്ട് വന്നത്. പാറകളുടെ മേളിലാണ്. ഇവരെല്ലാത്തിനും സേഫ്റ്റി നല്ലപോലെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീഴുന്നൊന്നും പേടിക്കണ്ട. അവിടെ നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാം, അത് അവിടെ ഇരിപ്പുണ്ട്. കൂടുതൽ വെഡ്ഡിങ് ഷൂട്ടും അങ്ങനെയുള്ളതിൻ്റെ എല്ലാവരും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ കണ്ടായിരുന്നു. ക്ഷീണിച്ച് വന്നവർക്ക് ഇവിടെ വന്ന് ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. പാറയുടെ മേളിൽ കൂടെ കണ്ടില്ലേ, അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. സ്റ്റെപ്പ് കയറാം. ബാക്കിയുള്ളവർ പുറകെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡ് ചെയ്യുവാണ്. അടിപൊളിയാണ്. വേണ്ട പാറയുടെ മേളിൽ നമ്മൾ സ്റ്റെപ്പിൽ കയറി പോകുന്നു. എല്ലാവരും ഉണ്ട്, അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. അതെല്ലാം പാറകളാണ് എല്ലാ സൈഡിൽ. ചുറ്റും കാണുന്ന വ്യൂ അടിപൊളിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു stanvlogs. ഇന്ന് ഞാൻ നിൽക്കുന്നത് മുട്ടറമല എന്നൊരു സ്ഥലമാണ്. കൊട്ടാരക്കര തന്നെ ഉള്ളതാണ്. നമുക്കിവിടെ വേണ്ട കമ്പനി ആയിട്ടാണ്ട് ഒരാളും കൂടെ ഉണ്ട്. ഹലോ, ഇങ്ങനെ പിടിച്ചോണ്ട് പോലെയാണ്, ആകെ ഉള്ളതാണ്. എന്നിട്ട് വിശേഷം? നിനക്ക് സുഖമാണോ? തീറ്റയൊക്കെ കിട്ടുന്നുണ്ടോ? ഇവരാണ് ഇവിടെ നയിക്കുന്നത്. ഇവരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ. എന്തായാലും ഇത്രയും അടുത്ത് നിൽക്കുമ്പോഴും ഭയങ്കര ശാന്തനാണ്. പോയി ആള് പോയി. മേടിച്ചെന്നിട്ട് മരമൊക്കെ കുലുക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഈ സ്ഥലങ്ങളൊക്കെ കാണാനും എല്ലാം ഒരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ മൈൻഡ് റിലാക്സ് ആവാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലം. വിളിച്ചാണിക്കുന്നു. വേറെ ഏതോ കുരങ്ങൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു കുരങ്ങനെ കണ്ടോണ്ട് ഓടുവാണത്. ആള് ഭയങ്കര ശാന്തനാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അവിടെ വേറൊരു കുരങ്ങനെ കണ്ടോണ്ട് അങ്ങോട്ട് നോക്കുക. ഇതുവരെ എത്തിയില്ലേ? എത്തിയില്ലേ? ആള് പ്രശ്നമാണ്. ഇതെൻ്റെ പെങ്ങളാണ്. ഇത് സനു, ഇവാൻ. നോക്കടാ ഇങ്ങോട്ട്.
അപ്പോൾ ഒരുവിധം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.